പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 10-ാം തീയതി തിങ്കളാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാസത്തിൻ്റെ മറ്റൊരു പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഓരോരുത്തരും ആയിരിക്കുന്നിടങ്ങളിൽ ആരോഗ്യത്തോടും ബലത്തോടും ദൈവകൃപയോടും അതിലുമുപരിയായി വിശ്വസ്തയോടും കൂടെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുവാൻ സർവകൃപാലുവായ ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് സംഖ്യാപുസ്തകം 27-ാം അധ്യായം 5-ാം വാക്യം. നമ്പേഴ്സ് ചാപ്റ്റർ 27 വേഴ്സ് 5 നാം ഇപ്രകാരം വായിക്കുന്നു: മോശ അവരുടെ കാര്യം യഹോവയുടെ മുൻപാകെ വെച്ചു. സംഖ്യാപുസ്തകം 27-ാം അധ്യായം നാം പഠിക്കുമ്പോൾ 5 പെൺകുട്ടികളുടെ പോരാട്ടത്തിൻ്റെ, പ്രാർത്ഥനയുടെ, ഒത്തൊരുമയുടെ ഫലമായി സ്വർഗത്തിലെ ദൈവം അന്നുവരെ ഇസ്രയേലിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന നിയമത്തെ മാറ്റി എഴുതിയതായി നാം കാണുന്നു. അതെ, യോസഫിൻ്റെ കുടുംബത്തിൽ, മനശ്ശയുടെ തലമുറയിൽ സെലോഫഹദിന് 5 പെൺമക്കൾ. എന്നാൽ സെലോഫഹദ് മരിച്ചപ്പോൾ ഈ പെൺകുട്ടികൾ 5 പേരും ഒറ്റക്കെട്ടായി ഒരേ ലക്ഷ്യത്തോടെ സമാഗമന കൂടാരത്തിൽ അന്നത്തെ പുരോഹിതനായ എലയാസർ, പ്രത്യേകാൽ മോശ, ഇവരുടെ മുമ്പാകെ വന്ന് ഒരു സങ്കടയാചന കഴിച്ചു. ഞങ്ങളുടെ പിതാവ് മരുഭൂമിയിൽ വെച്ച് പട്ടുപോയി. അത് കോരഹിനോട് ചേർന്ന് പാപം ചെയ്തുകൊണ്ടൊന്നുമല്ല, സാധാരണ നിലയിൽ മരണപ്പെട്ടു. ഞങ്ങൾ 5 പെൺകുട്ടികളെ ഉള്ളൂ. ആൺമക്കളില്ലാതെയാണ് അദ്ദേഹം മരിച്ചത്. പക്ഷേ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഇടയിൽ ഞങ്ങൾക്ക് അവകാശം ഇല്ലാതെ പോയി. നോക്കുമ്പോൾ ഇവരുടെ ഭാഗത്ത് ഒരു കുറവുമില്ല, ഒരു തെറ്റുമില്ല. ഓർക്കണം, പുരുഷന്മാർക്ക്, ആദ്യജാതന്മാർക്ക്, ആൺമക്കൾക്ക് എത്രയോ പ്രാധാന്യമുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ 5 പെൺകുട്ടികൾ ഒരാവശ്യവുമായി മോശയുടെ മുൻപാകെ സമാഗമന കൂടാരത്തിൽ എത്തുന്നത്. ഇതാണ് ഇതിന്റെ പശ്ചാത്തലം. ഇത് കേട്ട മോശ ചെയ്തതാണ് നാം ഇപ്പോൾ ഇന്നത്തെ വാഗ്ദത്ത വചനമായി സംഖ്യാപുസ്തകം 27-ാം അധ്യായം 5-ാം വാക്യം വായിച്ചു കേട്ടത്. മോശ അവരുടെ ആവശ്യം ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചു. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ വാഗ്ദത്ത വചനത്തിൽ നിന്നും 2 പ്രധാന ചിന്തകൾ പങ്കുവെക്കുവാൻ പരിശുദ്ധാത്മാവ് ആലോചന നൽകുന്നു. നമുക്കൊരു വിഷയം ഉണ്ടായാൽ, നമുക്കൊരു ഭാരം, നമ്മുടെ പ്രശ്നം, അത് ഇപ്പോൾ വന്നത് 5 പെൺകുട്ടികൾ അവരുടെ നിലനിൽപ്പിന്റെ ഒരു വലിയ ആവശ്യവുമായിട്ടാണ്. സഹോദരങ്ങളില്ല, പ്രത്യേകിച്ച് സഹോദരന്മാരില്ല. അവരുടെ കുടുംബത്തിൽ നിന്നും അവരെന്നേക്കുമായി ഒഴിവാക്കപ്പെടുകയാണ്, ഇല്ലാതാക്കപ്പെടുകയാണ്. അപ്പോൾ അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിലനിൽപ്പിന്റെ പ്രശ്നമായിക്കൊള്ളട്ടെ, മാതാപിതാക്കളുടെ ആയിക്കൊള്ളട്ടെ, മക്കളുടെ ആയിക്കൊള്ളട്ടെ, ജോലിയുടെ ആയിക്കൊള്ളട്ടെ, എന്ത് വിഷയമാണെങ്കിലും നമുക്ക് ചെല്ലുവാൻ ഒരു ഇടമുണ്ട്. അവർ ഓടി സമാഗമന കൂടാരത്തിങ്കൽ എത്തി. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, നമുക്കൊരു വിഷയമുണ്ടെങ്കിൽ നമ്മൾ എവിടെയാ ഓടുക? എളുപ്പവഴി, കുറുക്കുവഴി തേടി മനുഷ്യൻ ഇന്ന് ഓടുകയാണ്. അതിനേന് ആൾ ദൈവങ്ങൾ വർദ്ധിക്കുകയാണ്. എന്നാൽ
എനിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ മുഴങ്കാല് മടക്കിയിരുന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മൾ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. ഇവിടെ ഈ സഹോദരിമാർ ഒറ്റക്കെട്ടായി സമാഗമന കൂടാരത്തിൽ ചെന്നു. രണ്ടാമത്തെ ചിന്ത, ഈ വിഷയം ഏറ്റെടുത്തപ്പോൾ അന്ന് നിലവിലുണ്ടായിരുന്ന ന്യായപ്രമാണങ്ങളോ ചിട്ടവട്ടങ്ങളോ ആചാരങ്ങളോ വെച്ച് മോശ ഈ പെൺകുട്ടികളെ ഒന്നുകിൽ ദേഷ്യപ്പെട്ട് പറഞ്ഞയക്കുക, അല്ലെങ്കിൽ സമാധാനിപ്പിച്ച് പറഞ്ഞയക്കുകയോ ആയിരുന്നില്ല ചെയ്തത്. മറിച്ച് തന്റെ അടുക്കൽ വന്ന വിഷയം ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചു. ഞാൻ വളരെ വേദനയോട് പറയട്ടെ, ഈ നാളുകളിൽ ഇങ്ങനെയുള്ള സഭാ ശുശ്രൂഷകർ, ദൈവദാസന്മാർ നമുക്ക് ചുറ്റുമുണ്ടോ? നമ്മളൊക്കെ പോകുന്ന സഭയിൽ ഇങ്ങനെയുള്ളവരുണ്ടോ? ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയുണ്ടോ? ഉണ്ടാവാം, ഉണ്ടാവട്ടെ. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതെ, നമ്മുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ, ദൈവദാസന്മാർ, പിതാക്കന്മാർ, മാതാക്കൾ നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാവട്ടെ, സഭകളിൽ ഉണ്ടാവട്ടെ. നമ്മുടെ ഒരു വിഷയം വരുമ്പോൾ ദൈവത്തോട് പങ്കുവെക്കുവാൻ, ദൈവസന്നിധി ഇറക്കി വെക്കുവാൻ, ഒറ്റക്കെട്ടായി കൂട്ടായിട്ടിരുന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. ഇന്ന് എല്ലാവർക്കും സ്ഥാനങ്ങളും മാനങ്ങളും ആവശ്യമാണ്, പദവികൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടമാണ്. പക്ഷേ എത്ര പേർ സഭാജനങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും തങ്ങളുടെ അടുക്കൽ പ്രാർത്ഥനയ്ക്കായി കൊണ്ടുവരുന്ന വിഷയങ്ങൾ, പ്രശ്ന പരിഹാരത്തിനായി കൊണ്ടുവരുന്ന വിഷയങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നുണ്ട്, ദൈവത്തോട് ആലോചന ചോദിക്കുന്നുണ്ട്? ഇതിന്ന് വളരെ ശക്തമായ ഒരു ചോദ്യം ഉയർത്തുകയാണ്. അവരോട് ചിന്തിക്കുക, നാം പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ഭാരങ്ങളും പങ്കുവെക്കുന്ന ദൈവമക്കൾ ശരിക്കും പ്രാർത്ഥിക്കുന്നുണ്ടോ? അവരോട് ചിന്തിക്കണം. ഞാൻ എൻ്റെ പ്രാർത്ഥനാ വിഷയം പങ്കുവച്ചിരിക്കുന്ന ദൈവദാസൻ നിശ്ചയമായും എനിക്ക് വേണ്ടി എൻ്റെ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടോ? സെലോഫഹദിന്റെ 5 പെൺമക്കൾ അവരുടെ ജെനുവിനായ ഒരു ആവശ്യം ദൈവദാസനായ മോശയോട് പങ്കുവെച്ചപ്പോൾ പേടിപ്പിച്ചും ദേഷ്യപ്പെട്ടും ഓടിക്കുകയായിരുന്നില്ല. മക്കളെ, ഇങ്ങനെയൊക്കെയാണ്, ഇതാണ് നാട്ടുനടപ്പും നമുക്കിടയിലുള്ള ആചാരങ്ങളും മര്യാദകളും പാരമ്പര്യങ്ങളും എന്ന് പറഞ്ഞ്, നാട്ടുഭാഷയിൽ പറഞ്ഞ തല്ലിപ്പൊത്തി അവരെ തിരിച്ചയക്കുകയായിരുന്നില്ല. അവരുടെ വിഷയം മോശ ദൈവസന്നിധിയിൽ പകർന്നു. ഈ നാളുകളിൽ നമ്മോട് പറയുന്ന ചെറുതോ വലുതോ ആയ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ നമുക്ക് പകരാം. നമ്മളോട് പ്രാർത്ഥനയ്ക്കായ ഒരു വിഷയം പറഞ്ഞാൽ, നമ്മളോടുള്ള വിശ്വാസത്തിന്റെ പുറത്ത്, നമ്മൾ പ്രാർത്ഥിക്കും എന്നുള്ള ഉത്തമ ബോധ്യത്തിന്റെ പുറത്ത് പറയുമ്പോൾ, അവരുടെ ആ വിഷയം വെച്ച് നമ്മൾ അനാവശ്യമായി മറ്റുള്ളവരോട് പങ്കുവെക്കരുത്, വേറൊരാളോട് പറയരുത്. ആ വിഷയത്തെ വെച്ച് അവരെ അളക്കരുത്, അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, അവരെ കളിയാക്കരുത്. പിന്നീട് ഒരു അവസരം വരുമ്പോൾ, എനിക്കറിയാം നിന്നെ, നിന്റെ വിഷയങ്ങളും അറിയാം എന്ന് വെച്ച് പറയരുത്. അതിനല്ല. ഒരു ദൈവ പൈതലിനോട്, പ്രാർത്ഥിക്കുന്ന അമ്മയോട്, അപ്പനോട്, സഹോദരങ്ങളോട് അവരുടെ വേദനയിൽ അവരുടെ ഭാരം പങ്കുവെക്കുന്നത്, അവർ പങ്കുവെച്ചത് നിങ്ങൾ ദൈവത്തോട് ആ വിഷയം പങ്കുവെക്കും, ദൈവം അതിന്മേൽ ഒരു വിടുതൽ അയക്കും എന്നുള്ള വലിയ ആഗ്രഹത്തോടെയാണ്. ഇതാ സെലോഫഹദിന്റെ 5 പെൺമക്കൾ അവരുടെ ആവശ്യം മോശയോട് പറഞ്ഞപ്പോൾ മോശ അത് ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചു. ഈ നാളുകൾ നമ്മുടെ വിഷയങ്ങൾ ദൈവത്തോട് ഇറക്കി വെക്കാം. മനുഷ്യനോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ എവിടെയായിരിക്കുന്നോ അവിടെ നിങ്ങൾ മുഴങ്കാലും അടക്കുക, ദൈവത്തോട് വിഷയം ഇറക്കി വെക്കുക. അങ്ങനെ മോശയെ പോലെ ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് നമുക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപറ്റം ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, ദൈവമക്കളുടെ കുടുംബത്തെ, നമ്മുടെ സഭാ നേതൃത്വത്തെ കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ. ഇന്നത്തെ ചിന്ത അനേകരുടെ കണ്ണ് തുറക്കട്ടെ.
അതിന് ഒരു പാസ്റ്ററാകണമെന്നും ഉപദേശിയാകണമെന്നും ബ്രദറാകണമെന്നും അച്ഛനാകണമെന്നും ബിഷപ്പാകണമെന്നും ഒന്നുമില്ല. ഞാനും നിങ്ങളുമൊക്കെ സുവിശേഷകർ തന്നെയാണ്. നമുക്കൊക്കെ ഈ മോശയെ പോലെ നമ്മുടെ അടുക്കൽ വരുന്ന വിഷയങ്ങൾ ആത്മാർത്ഥതയോടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നിങ്ങൾ തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 6, 7, 8 വാക്യങ്ങൾ എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങളാ. ദൈവം മോശയോട് പറയുകയാണ്, മോശയെ, അവരുടെ ആവശ്യം ന്യായമാണ്. ഹല്ലേലൂയ. അവരുടെ ആവശ്യം ന്യായമാണ്. അല്ലാതെ 5 പെൺകുട്ടികൾ വെറുതെ വന്നൊരു കാര്യം പറഞ്ഞതല്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഇസ്രായേലിന്റെ ചട്ടം തന്നെ ഞാൻ മാറ്റുകയാണ്. അങ്ങനെ പറയുകയാണ്, അവരുടെ അപ്പന് സഹോദരങ്ങളില്ല എങ്കിൽ പോലും എന്താണ് ചെയ്യേണ്ടെന്നുള്ള നിയമസംഹിത മോശയിൽ കൂടെ ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുക്കുകയാണ്. ഇനിയും സെലോഫഹദിന്റെ മക്കളെ പോലെ ഒരു പെൺകുട്ടികളും തങ്ങളുടെ അവകാശത്തിന് വേണ്ടി ഓടരുത്, ആരുടെയും മുമ്പിൽ മുഴങ്കാലും മടക്കരുത്. അതേ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ചേർത്ത് പറയട്ടെ, ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ യഥാർത്ഥമായി മുഴങ്കാലും അടയ്ക്കുന്നുവെങ്കിൽ നമ്മുടെ തലമുറയെ ഇനി മറ്റുള്ളവരുടെ മുമ്പിൽ മുട്ടുകുത്തിക്കുന്നവനല്ല നമ്മുടെ ദൈവം. നമ്മുടെ പിതാക്കന്മാർ സത്യസന്ധമായി ദൈവത്തെ ആരാധിച്ചതിന്റെ ഫലമാണ് ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഈ കാണുന്ന സകല നന്മകളും സകല അനുഗ്രഹങ്ങളും. അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ ലഭിക്കുന്നത്, നമ്മുടെ എന്ത് വിഷയമുണ്ടെങ്കിലും ദൈവസന്നിധിയിൽ കൊണ്ടുവരിക. 2, നമ്മുടെ വിഷയങ്ങൾ നമ്മളോട് ചെറുതോ വലുതോ ആയി ആരൊരു വിഷയം പങ്കുവച്ചാലും ആ വിഷയം മറ്റൊന്നിലും ദുർവിനിയോഗം ചെയ്യാതെ ആത്മാർത്ഥതയോടെ മോശയെ പോലെ ദൈവത്തോട് ഇറക്കി വെക്കുക, ദൈവസന്നിധിയിൽ പങ്കുവെക്കുക. നിശ്ചയമായും ദൈവം അതിന്മേൽ തീർപ്പ് കൽപ്പിക്കും. അവിടെ ഒരു വലിയ വിടുതലയക്കും. ആ സഹോദരിമാർക്ക് അവരുടെ അവകാശം മടക്കി ലഭിച്ചു. അവരുടെ അപ്പന്റെ അവകാശത്തെ നഷ്ടമാക്കാതെ അനുഗ്രഹം കൊടുത്ത ദൈവം ഇന്ന് പകൽ ജീവജലം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ വാർദ്ധക്യ മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, പ്രിയ ദൈവജനമേ, എന്റെ യുവജന സുഹൃത്തുക്കളെ, നിങ്ങളുടെ അനുഗ്രഹത്തെ നിങ്ങൾക്ക് മടക്കി തരുന്ന, നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവം ഇന്ന് പകൽ നിങ്ങളെ മാനിക്കട്ടെ. ഇന്ന് നിങ്ങൾ വിവിധ ആവശ്യങ്ങൾക്കായി ഇറങ്ങിത്തിരിക്കുന്നു. ചില സാമ്പത്തിക കാര്യങ്ങൾ ക്രമീകരിക്കാൻ ഇറങ്ങുന്നവരുണ്ടാവാം. ഭവനത്തിന്റെ പണി, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ അഡ്മിഷൻ സംബന്ധമായ ആവശ്യങ്ങൾ, വിദേശയാത്രകൾ, ചില നിയമക്കുരുക്കുകൾ, ചില നിലനിൽപ്പിന്റെ പ്രശ്നങ്ങൾ, മെഡിക്കൽ സംബന്ധമായ ചില റിപ്പോർട്ടുകൾ, ചില സാമ്പത്തിക ഇടപാടുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരു മനുഷ്യ ജീവിതത്തിൽ ആവശ്യമായ വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെട്ട് ഈ ദിവസങ്ങൾ നിങ്ങൾ അതിനു മുമ്പാകെ ഇറങ്ങിത്തിരിക്കുകയാണോ? ദൈവത്തോട് പറഞ്ഞിട്ട്, ദൈവം മുമ്പിൽ ഇറക്കി വെച്ചിട്ട് പ്രാർത്ഥനയോടും വിശ്വാസത്തോടും ഇറങ്ങിത്തിരിക്കുക. സെലോഫഹദിന്റെ 5 പെൺമക്കൾ തങ്ങളുടെ ആവശ്യം ദൈവദാസനോട് പറഞ്ഞപ്പോൾ ആ ദൈവദാസൻ മുഖവിലക്കെടുത്ത് ദൈവത്തോട് ഇറക്കി വെച്ച് അതിന്മേൽ തീരുമാനം ദൈവം നൽകി. ആ പെൺകുട്ടികൾക്ക് അവരുടെ അവകാശം ദൈവം മടക്കി കൊടുത്തുവെങ്കിൽ നമ്മുടെ നന്മയെ ഏത് പിശാച് പിടിച്ചു വെച്ചാലും, ആര് ഒതുക്കിക്കളയുവാൻ ശ്രമിച്ചാലും തമ്പുരാൻ അത് മടക്കി തരുവാൻ മതിയായവനാ. നിങ്ങളെ നിന്ദിച്ചോട്ടെ, പഴിച്ചോട്ടെ, ദൂഷിച്ചോട്ടെ, ഏതെല്ലാം വിധങ്ങളിൽ നിങ്ങളെ മേഖലകളിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ ശ്രമിച്ചാലും ദൈവത്തിന് നമ്മുടെ മേൽ, നമ്മുടെ മക്കളുടെ മേൽ, നമ്മുടെ കുടുംബത്തിന്മേൽ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. മറിച്ച് നിയമങ്ങളെ മാറ്റി എഴുതി ദൈവം നമ്മുടെ വിഷയത്തിന്മേൽ അത്ഭുതം പ്രവർത്തിക്കും. അതെ, സെലോഫഹദിന്റെ മക്കൾക്ക് ദൈവം തങ്ങളുടെ അവകാശം മടക്കിക്കൊടുത്തുവെങ്കിൽ സെലോഫഹദിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. 2025 ഫെബ്രുവരി 10 തിങ്കളാഴ്ച
സെലോഫഹദിന്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം ജീവജലം ശ്രവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നമ്മുടെ ചെറുതും വലുതുമായ വിഷയത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ മതിയായവനും ശക്തനുമാണ്. ആ ദൈവം ഇന്ന് പകൽ നമ്മെ ഏവരെയും എല്ലാ നിലയിലും അനുഗ്രഹിച്ച് തന്റെ കൃപയാൽ വഴി നടത്തട്ടെ. അതിനായി നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഫെബ്രുവരി മാസത്തിന്റെ പുതിയൊരു പ്രവർത്തന ആഴ്ചവട്ടത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തില് ചെറുതോ വലുതോ ആയി എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഞങ്ങൾ മനുഷ്യന്റെ മുമ്പിലല്ല ഓടേണ്ടത്. സെലോഫഹദിന്റെ പെൺമക്കളായ 5 പേർ തങ്ങളുടെ ആവശ്യം ദൈവമക്കളുടെ മുമ്പാകെ ചെന്ന് പങ്കിട്ടതുപോലെ ദൈവത്തോട് ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയുവാൻ ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട വലിയ ആഹ്വാനത്തിനായി സ്തോത്രം. മോശെ അത് കേട്ട് ആ പെൺകുട്ടികളെ സമാധാനപ്പെടുത്തിയോ ഭയപ്പെടുത്തിയോ മടക്കി അയക്കാതെ അവരുടെ വിഷയം ഏറ്റെടുത്ത് ദൈവത്തോട് പങ്കുവെച്ചപ്പോൾ, ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചപ്പോൾ ദൈവം അതിന്മേൽ അത്ഭുതകരമായ വിടുതൽ അയച്ചുവെന്ന് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ഞങ്ങൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അനേകർ ഞങ്ങളോട് വിഷയങ്ങൾ പങ്കുവെക്കുമ്പോൾ ആ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ദൈവസന്നിധിയിൽ ഇറക്കി വെക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഈ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന, പ്രവർത്തിക്കുന്ന, നിയമങ്ങളെ മാറ്റി എഴുതുന്ന, നിലനിൽക്കുന്ന സകല ആചാരങ്ങളെയും എടുത്തു മാറ്റി ഞങ്ങൾക്ക് വേണ്ടി പുതുവഴി തുറക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് സെലോഫഹദിന്റെ മക്കളുടെ ജീവിതത്തിന്റെ അവസ്ഥയിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഭാരത്തിലും വേദനയിലും സങ്കടത്തിലും വിഷമത്തിലും ഇന്ന് ദൈവവചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന്റെ മക്കൾ ഉണ്ടപ്പാ. അവിടുന്ന് സ്പർശിച്ചാട്ട് തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം, കുടുംബകാര്യം സകലത്തിന്മേലും ദൈവകൃപ വ്യാപരിക്കണം. പ്രാർത്ഥന കേട്ട് അനുഗ്രഹം അയച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, സെലോഫഹദിന്റെ മക്കളുടെ ദൈവം നമ്മളുടെയും ദൈവമാണ്. ആ ദൈവം ഇന്ന് നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഏതെങ്കിലും മനോവിഷമത്തോടെ ഈ പ്രഭാതത്തിൽ എന്നെ നിങ്ങൾ കേൾക്കുന്നുവോ? വിഷമത്തിന്റെ കാരണം എന്തുമായിക്കൊള്ളട്ടെ, നമുക്ക് ചെല്ലുവാൻ ഒരു ഇടമുണ്ട്, പറയുവാൻ ഒരു വ്യക്തിയുണ്ട്. അതിന്മേൽ നിശ്ചയമായും പരിഹാരം നൽകി നമ്മളെ വിടുവിച്ച് അനുഗ്രഹിക്കുന്ന ഈ ദൈവം ഇന്ന് പകൽ എന്നെ നിങ്ങളെയും മാനിക്കട്ടെ, കാക്കട്ടെ, പരിപാലിക്കട്ടെ. ഇന്നത്തെ ദിനം വിടുതലിന്റെയും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമായി ദൈവകൃപയോടെ നമ്മെ ഏവരെയും പരിപാലിക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.